റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ജെയ് മെയിൻ സെഷൻ 1ന്റെ ആൻസർ കീ പ്രൊഫഷണൽ ആയിട്ട് NTA പുറത്തുവിട്ടിട്ടുണ്ട്. പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ വേർഷൻ അല്ല, ആദ്യത്തെ വേർഷനാണ്. എന്തെങ്കിലും ചേഞ്ചസോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അതിനുശേഷം ഫൈനൽ ആൻസർ കീ പുറത്തു വരുന്നതാണ്. സോ ഈ പ്രൊവിഷണൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാവും. സോ ഇതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജെയ് സെഷനിലെ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയാനും പറ്റും. ഇൻ കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ NTA പറഞ്ഞത് തെറ്റാണെങ്കിൽ, അവിടെ ആൻസർ കീ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫെബ്രുവരി 6 മിഡ് നൈറ്റ്, ബേസിക്കലി ഫെബ്രുവരി 7 പുലർച്ചെ 1 മണി സമയം ആവുന്ന സമയത്താണ്. ആൻഡ് ആ ഫെബ്രുവരി 7 പല ആൾക്കാർക്കും NTAയുടെ സൈറ്റിൽ ഈ സംഭവം ആക്സ് ചെയ്യാൻ പറ്റില്ല. ആ ലിങ്ക് തന്നെ NTA എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് വന്നത് ഫെബ്രുവരി 9. ഒരു ദിവസം ഫസ്റ്റ് ഡേ സൈറ്റ് ആക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മേ ബി NTA ഡേറ്റ് ഒരു ദിവസം നീട്ടി തരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇനി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ചെറിയൊരു കോംപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ആസ് യൂഷ്വൽ നിങ്ങൾ NTAയുടെ വെബ്സൈറ്റിൽ പോവുക. NTAയുടെ വെബ്സൈറ്റ് പോയാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ലിങ്ക് 7 ഉണ്ടായിരുന്നു, പിന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇൻ കേസ് കാണുന്നില്ല പേടിക്കേണ്ട, തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇവിടെ ജെയ് മെയിൻ സെഷൻ 1 ആൻസർ കീ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ജെയ് മെയിൻ 2024 ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ഫോർ സെഷൻ 1 എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. സെഷൻ 2 അല്ല. ഇത് രണ്ടിൽ ഏത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ബേസിക്കലി ലോഗിൻ വരും. നിങ്ങളുടെ സാധാരണ ഡീറ്റെയിൽസ് ലോഗിൻ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലാൻഡിംഗ് പേജിൽ വരും. ലാൻഡിംഗ് പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ഇവിടെ ആൻസർ കീ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത സെഷനിലോട്ട് പോകും. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പല കുട്ടികളും ആൻസർ കീ കിട്ടുന്നില്ല പറയാൻ കാരണം അവർ പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഈ വ്യൂ എന്ന് പറഞ്ഞ ബട്ടണാണ്. ഈ വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഇറർ മെസ്സേജ് വരിക. ബേസിക്കലി അതല്ല നിങ്ങൾ ആദ്യം നിൽക്കേണ്ടത്. ഇത് ചാലഞ്ച് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ബട്ടൺ അതല്ല. നിങ്ങൾ ഈ വ്യൂ ബട്ടൺ അല്ല നിൽക്കേണ്ടത്. ഇവിടെ വ്യൂ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു വ്യൂ ഉണ്ടാകും. ആ വ്യൂ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ഒന്നെങ്കിൽ ഡൗൺലോഡ് ഒരു PDF ഡൗൺലോഡ് ആവും, അല്ലെങ്കിൽ ബ്രൗസറിൽ തന്നെ തുറന്നു വരും. എന്ത് തന്നാലും ഈ PDF നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ PDF സേവ് ചെയ്യുക. ഇവിടെയുള്ള പ്രിൻ്റ് ബട്ടൺ വെച്ചിട്ട് ഒന്നെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എളുപ്പം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി. അപ്പോൾ നിങ്ങളുടെ ബാക്കി ബേസിക് ആയ ഡീറ്റെയിൽസ്, നെയിം, നമ്പർ, റോൾ നമ്പർ, നിങ്ങൾ എഴുതിയ ഡേറ്റ്, സെഷനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട വലിയ കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഇവിടെ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് ഉണ്ടാവും. ബോക്സിൽ ഒരു സംഭവം ഉണ്ടാവും. ഇതിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് MCQ ആണെങ്കിൽ MCQ എന്നുണ്ടാവും, SA ആണെങ്കിൽ ന്യൂമറിക്കൽ ആണെങ്കിൽ SA എന്നൊക്കെയാണ് ഉണ്ടാവുക അല്ലേ. പല കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ID എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ അല്ല, ക്വസ്റ്റ്യൻ ID ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ അവിടെ ഒരു ഓപ്ഷൻസ് കാണാം. 1 2 3 4 ID കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡിജിറ്റ്സും ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസേർഡ് ഉണ്ടാവും, അറ്റൻഡ് ചെയ്യാത്തതാണെങ്കിൽ നോട്ട് ആൻസേർഡ് അവിടെ ഉണ്ടാവും. ഇനി നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ആണ്, അതായത് ലേറ്റർ ആൻസർ ചെയ്യാൻ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് പക്ഷേ ഫൈനലി ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതും അവിടെ സ്റ്റാറ്റസ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഏതോ ഓപ്ഷൻ എന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇനി ആൻസർ കീ ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ആൻസർ കീ കാണാൻ പറ്റില്ല. NTA അവിടെ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തു. ഏതായാലും JEE കുറച്ചുകൂടി കുട്ടികളെ കളിപ്പിക്കുക എന്നുള്ള ലെവലിലായിരിക്കും. ശരിക്കും ഇവിടെ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. മേ ബി അവർക്ക് എന്താ ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളത് തിരിച്ച് നമ്മളുടെ ഈ പേജിലോട്ട് തിരിച്ചു പോവുക. എന്നിട്ട് ഈ ചാലഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാലഞ്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയില്ല, നിങ്ങൾ ആൻസർ കീ ആണെങ്കിൽ നിങ്ങൾ ഈ ചാലഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിസ്റ്റ് പോലെയാണ് കാണിക്കുക. ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നും കാണില്ല. അവിടെ ആ ക്വസ്റ്റ്യൻ നമ്പർ അല്ലെങ്കിൽ ID, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ID ഇല്ലേ, ഇവിടുത്തെ ഈ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ID ഇതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതിനെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങൾ ആൻസർ ചെയ്ത, അതായത് ആൻസേർഡ് ആയിട്ടുള്ളതിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ ID നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ കോപ്പി ചെയ്യുക, മൊബൈലാണെങ്കിൽ കോപ്പി ചെയ്തിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ എഴുതിയിട്ട് ഓർത്ത് വെച്ചാലൊക്കെ മതി. ആ ലാസ്റ്റ് ഡിജിറ്റ്സ് മാത്രമേ മാറ്റേണ്ടാവുള്ളൂ. ഒരു 3 ഡിജിറ്റ് 4 ഡിജിറ്റ് മാറ്റേണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇങ്ങനൊരു ചോദ്യം ഉണ്ട്. ഈ ചോദ്യം ഒരു ടെൻഷൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ ആദ്യം നോക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ അല്ല, ഈ ക്വസ്റ്റ്യൻ ID നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ കോപ്പി ചെയ്യുക, എന്നിട്ട് മറ്റേ നമ്മളുടെ ഈ പേജിൽ പോയിട്ട് Ctrl+F അടിച്ചിട്ട് സെർച്ചോ അല്ലെങ്കിൽ മൊബൈലാണ് സെർച്ച് ഒക്കെ അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ 37 അവിടെ 33 അതല്ല. ബേസിക്കലി ആ ക്വസ്റ്റ്യൻ ID ആണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഇവിടുത്തെ തന്നെ ഇത് തന്നെയാണ് നിങ്ങൾ ഉറപ്പ് വരുത്താം. റെഡി. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരത്തെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞ അല്ലെങ്കിൽ PDF എടുത്തേക്കാൻ പറ്റിയ ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ IDൻ്റെ ഇടയിൽ നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനാണ് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ 2 ആണ് അല്ലേ. ഓപ്ഷൻ 2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ ID ആണ് നിങ്ങൾ നോക്കേണ്ടത്.
ഇവിടുത്തെ ID നിങ്ങൾ ചെക്ക് ചെയ്യാം. 4058593329 അങ്ങനെ ഓരോ ID ഉണ്ടാവും. ആ ID നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. എന്നിട്ട് ഈ ലിസ്റ്റ് നമ്മുടെ ചലഞ്ച് ക്ലിക്ക് ചെയ്ത് വരുന്ന ഈ സംഭവമില്ലേ, ഇതിൽ രണ്ടാമത്തത് കറക്റ്റ് ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ ID ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1047 ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഉത്തരം വരുന്ന ഓപ്ഷൻ ID ഇതാണ്. 4058593329 എന്ന് പറഞ്ഞ ഓപ്ഷൻ ID ആണ്. ഇത് കറക്റ്റ് ഓപ്ഷൻ ID ആണ് കേട്ടോ. ഓക്കെ, റെഡി. ആ ഓപ്ഷൻ ID നിങ്ങൾ തന്നെയാണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. അതാ പറയുക, 2 ഫോണോ അല്ലെങ്കിൽ 2 സ്ക്രീനോ ഉണ്ടെങ്കിൽ നടക്കും. ഒന്ന് ലാപ്പിലോ ഒന്ന് PC. അപ്പോഴേ കാര്യം അല്ലെ പ്രിൻ്റ് ഔട്ടാണ് കാര്യം. അതാണ് പറഞ്ഞത് പ്രിൻ്റ് ഔട്ട് അല്ലെ PDF-ൻ്റെ ഇമ്പോർട്ടൻസ്. ഇങ്ങനെ മാച്ച് ചെയ്യാൻ ഓപ്ഷൻ നിലവിലുള്ളൂ കേട്ടോ. റെഡി. അപ്പോൾ കണ്ടല്ലോ, നിങ്ങളത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ശരിയാണ്. നിങ്ങൾക്ക് ഇതൊരു MCQ ആയതുകൊണ്ട് 4 മാർക്ക് അവിടെ കിട്ടി. തെറ്റാണ് 5 മാർക്ക് -5 വന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതല്ല ഇവിടെ എങ്കിൽ പോയി കാര്യങ്ങൾ പോയി. ഇനി ചില ആൾക്കാർ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗ്രേ ബോക്സിൽ എന്ത് വന്നിട്ടുണ്ടാവും, ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ടിക്ക് ചെയ്ത ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക 4058593329 ഇതാണ് അവിടെ ഓട്ടോമാറ്റിക് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിത് ചെയ്ത് ശരിയാണെങ്കിൽ പോലും അതങ്ങനെ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ വൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഒന്നാമത്തെ ഓപ്ഷനാണ് അല്ലേ, ഒന്നാമത്തെ ഓപ്ഷനായിട്ടാണ് വന്നത് അല്ലേ, ഒന്നാമത്തെ ഓപ്ഷനായിട്ടല്ലേ വന്നത്. നിങ്ങൾ ചെയ്ത് തെറ്റാ അങ്ങനെ ആലോചിക്കേണ്ട. ഈ ID മാച്ചിങ് ആണ് നോക്കിയാൽ, ഓപ്ഷൻ ID ഇത് മാച്ചിങ് ആണ് നോക്കിയാൽ പണി കഴിഞ്ഞു കേട്ടോ. അതല്ലാതെ വേറെ സീരിയൽ നമ്പർ കൊടുത്തൊക്കെ നോക്കിയാൽ ഭയങ്കര കോംപ്ലിക്കേഷനിൽ പോകും. ഇതാണ് ഏറ്റവും എളുപ്പം. സോ ഒരു PDF ഡൗൺലോഡ് ചെയ്യുക, ഒരു മൊബൈൽ ഫോണും മറ്റൊരു മൊബൈൽ ഫോണിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ടും ഒരു മൊബൈൽ ഫോണിൽ അങ്ങനെ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ മാച്ച് ചെയ്യുക. ഇനി എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ബേസിക്കലി അത് തെറ്റാണ്. ഇനി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാർക്കുകളും രേഖപ്പെടുത്തുക, ഒരു ജസ്റ്റ് ടാലി പോലെ രേഖപ്പെടുത്തുക. ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്ത് ശരി നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഇത് ചാലഞ്ച് ചെയ്യണം. ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് NTA നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. ഡേറ്റ് February 9 നിലവിൽ. മേ ബി ചേഞ്ച് ഉണ്ടാവും. February 9 രാത്രി 11 മണി വരെ ഉള്ളൂ. അതിന് മുമ്പിൽ നിങ്ങൾ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കണം. ചാലഞ്ചിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ID മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് അതുള്ളത് ആ ക്വസ്റ്റ്യൻ ID ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചാലഞ്ച് ക്ലിക്ക് ചെയ്യില്ലേ, ഈ ചാലഞ്ച് ക്ലിക്ക് ചെയ്ത് വന്നിരുന്ന ഈ ഷീറ്റിൻ്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്, ഇതേപോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. റെഡി. അവിടെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം അതേ എക്സാമ്പിൾ ഇതിൻ്റെ ശരി ഉത്തരം ഇത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇൻ കേസ് ചില കുട്ടികൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് ഇപ്പോൾ ഇതാണ് വിചാരിക്കും, അവരിതാണ് മാർക്ക് ചെയ്തായിരിക്കും, അത് അവിടെ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഒരു ഗ്രേ കളർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ശരി നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പോയിട്ട് ഗ്രീൻ ഒരു ടിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ, ചെക്ക് ബോക്സാണ്, അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മറ്റേത് അവിടെ ഓട്ടോമാറ്റിക് അവിടെ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, അത് തിരുത്താനൊന്നും പറ്റില്ല, അത് അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ല, ഒരു ചെറിയൊരു ഗ്രേ കളറോ എന്തോ ഉണ്ടാവും. റെഡി അല്ലേ. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഓപ്ഷൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല, അവിടെ കറക്റ്റ് ആൻസേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുകയാണ് 960 എന്നാണ് അവർ കറക്റ്റ് ആൻസർ NTA പബ്ലിഷ് ചെയ്ത്, ആ ക്വസ്റ്റ്യൻ IDക്ക് കറസ്പോണ്ടിങ് 960 ആണ് ന്യൂമറിക്കൽ ആൻസർ എന്ന് പറയാം. നിങ്ങൾ പറയണ അല്ല 950 ആണ് നിങ്ങൾ പറയുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് നിങ്ങൾ ചെയ്യാം. തീർത്ത് പോരാ, NTA അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ശേഷം ഇതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പ്രോപ്പറായിട്ടില്ല. അതിൻ്റെ ശരിയായുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ക്ലെയിം എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ തെളിയിക്കുന്നത് ക്ലെയിം ചെയ്യണം. ആൻഡ് അപ്ലോഡ് ചെയ്യുന്നത് PDF ഫോർമാറ്റിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം സൈസ് 1 MB. അപ്പോൾ സ്കാനൊക്കെ ചെയ്ത് സൈസൊക്കെ കുറച്ച് അപ്ലോഡ് ചെയ്താൽ മതി. ചാലഞ്ച് ഉള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ക്യാപ്ഷയൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ പണികൾ കഴിയും കേട്ടോ. സോ ചാലഞ്ച് ഉള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളിത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന സെഷനും നിങ്ങൾക്ക് ആ സെഷനിൽ ഇപ്പോൾ പ്രൊവിഷണലായി വരുന്ന ആൻസർ കീയിലെ മാർക്കും നിങ്ങളൊന്നും എന്ത് ചെയ്യുക, അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട, കാരണം സെഷൻ 1 ആണ്, പ്രിപ്പറേഷൻ മേ ബി കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, വിചാരിക്കാൻ മിസ്റ്റേക്സ് കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അക്കൂട്ടർക്ക് നിർബന്ധമായി സെഷൻ 2 അപ്ലൈ ചെയ്യണം. സെഷൻ 2ൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചാനലിൽ കിടക്കുന്നുണ്ട്, നിർബന്ധമായിട്ടും കാണുക. കോൺഫിഡൻറ്റോടുകൂടി സെഷൻ 2 നിങ്ങൾ എഴുതുക. സെഷൻ 2ൽ നിങ്ങൾക്ക് അടിപൊളി മാർക്ക് തന്നെ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്.